ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനലിനെ. അപ്പം എൻ്റെ മൈക്ക് ശരിയായിട്ടില്ല. ഞാൻ നേരെ ഇരുന്ന് സംസാരിച്ചാൽ നിങ്ങൾക്കൊന്നും കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ ഒരു നീല ബ്ലൂ റോസ് കളക്ഷൻസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ സംഭവം എന്ന്. എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കെല്ലാവർക്കും അറിയായിരിക്കും ഞാനൊരു കുർത്തീൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അതിനെന്ത് പേരിടുന്ന ആലോചിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത് നമ്മളെ ബ്ലൂ റോസിൻ്റെ പേരാണ്. അപ്പം എന്താണ് ഇതിനാണ് ഒരുപാട് ആഗ്രഹിച്ചതാണ് ബ്ലൂ റോസ് ടാറ്റു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പം അതെന്തായാലും നടന്നില്ല. അപ്പം അങ്ങനെ ഞാനൊരു ബ്ലൂ റോസ് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ നമ്മുടെ ബ്ലൂ റോസും നാലാൾ അറിയപ്പെടുന്ന സ്ഥാപനമായി മാറട്ടെ അല്ലേ. ഇപ്പം ഞാൻ സ്ഥാപനമൊന്നുമല്ല, ജസ്റ്റ് വെറുതെ ഒന്ന് നമ്മളെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. എന്താ പറയേണ്ടത്, എൻ്റെ കയ്യിൽ ഞാൻ മാഗ്നസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് എമൗണ്ട് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. എന്താവുന്നൊന്നും യാതൊരു ഐഡിയ എനിക്കില്ല. എന്തായാലും തുടങ്ങിയേക്കാന്ന് വെച്ചാൽ തുടങ്ങിയതാണ്. അപ്പം എൻ്റെ വീട്ടിൽ ഒരുപാട് പരിമിതികളുണ്ട്. അതായത് ഇപ്പം ഡ്രസ്സാണ് സാധനം. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു വീഡിയോ എടുത്താൽ നിങ്ങളിലേക്ക് എത്തിക്കണം, അതെൻ്റെ കടമയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ലൈറ്റിൻ്റെ എല്ലാം ഭയങ്കര പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോയത്. അപ്പം ആൻറ്റീൻ്റെ മോളുണ്ട് ഷിഗേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഷിഗേച്ചി ഞാനും കൂടി പോയിട്ടാണ് സാധനമെല്ലാം എടുത്തത്. പിന്നെ ഏട്ടൻ്റെ അതായത് ഷിഗേച്ചിൻ്റെ അനിയനുണ്ട് ശിവേട്ടൻ്റെ വണ്ടിയിലാണ് സാധനം വീട്ടിലേക്ക് കൊണ്ടുത്തന്നത്. അപ്പം അങ്ങനെ അവിടുന്ന് തന്നെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇങ്ങനെ വീഡിയോ എടുക്കുമ്പം പെട്ടെന്ന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോഴൊക്കെ തന്നെ നല്ല മഴയായിരുന്നു. അങ്ങനെ പിന്നെ അകത്ത് കയറിയിട്ട് വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാലും നല്ല മഴയും കാര്യമായിട്ട് പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ അത് കൂടാണ്ട് വീട്ടിൻ്റെ ഇറയെന്ന് പറയില്ല, നമ്മൾ കോലായി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് എടുക്കുവാണെങ്കിലും വീട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ പന്തൽ കിട്ടിയിട്ടിട്ട് ആ നീല ഷീറ്റ്, അപ്പം കളറിൽ ഒരുപാട് വ്യത്യാസം വരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ കുറച്ച് വീഡിയോ അവിടെ നിന്ന് എടുത്തത് നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പലരും പറയുന്നത് അത് ക്ലിയർ ഇല്ല, കാണാൻ പറ്റുന്നില്ല, സ്ലീവ് കാണുന്നില്ല, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നം പറയുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. അതായത് ഇൻസ്റ്റയിലായാലും അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, അതിലേക്കായാലും ഞാൻ നമ്പർ ഇവിടെ കൊടുക്കുക. അതിലേക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ ഫോട്ടോസും വീഡിയോസും ഡീറ്റെയിൽ ആയിട്ടുള്ളത് നിങ്ങൾക്ക് അയച്ചു തരാം. എൻ്റെ കയ്യിലുള്ള കളക്ഷൻസിൻ്റെ എല്ലാ വീഡിയോസും ഞാനിപ്പം ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഇതിൽ പറയുന്നുണ്ട്. അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിലും എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, പേര് ഇൻസ്റ്റേൻ്റെ നെയിം ഷെയർ ചെയ്യുന്നുണ്ട്, അതിലേക്കായാലും മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഓരോ സെറ്റായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് വന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഈ ടോപ്പും അതുപോലെ തന്നെ അതിൻ്റെ പാൻറ്റും മാത്രമുള്ളതാണ്. 2 ടൈപ്പാണ് ഉള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. റിക്കോർഡിന് ഒരു തരത്തിലും താഴെ ഇറങ്ങാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒക്കത്ത് കയറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. കള്ളച്ചിരിയെല്ലാം ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിപ്പോയിക്കോളും. അപ്പോൾ അതുവരെ നമുക്ക് നമ്മളെ പണിയെടുക്കാം. അപ്പം ഇതാണ് ഒന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത്. എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ട്, ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെന്നാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ ഫോട്ടോ എടുത്തിട്ടാലും നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് അതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത്. കോട്ടനാണ് സംഭവം. പാൻറ്റിൻ്റെ മുകളിൽ എലാസ്റ്റിക്കാണ് സംഭവം ഉള്ളത്. പിന്നെ ഇതുപോലത്തെ കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. കണ്ടില്ലേ, ഇങ്ങനത്തെ പ്രിൻ്റാണ് ഉള്ളത് കേട്ടോ. ഇത് വന്നിട്ട് ലാർജും അതുപോലെ തന്നെ എക്സലും ആണ്. ബാക്കി എക്സൽ അല്ല, ലാർജും ഡബിൾ എക്സലും ആണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. എക്സൽ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പം ലാർജും അതുപോലെ തന്നെ ഡബിൾ എക്സലും ആണ് എൻ്റെ കയ്യിലുള്ളത്. അങ്ങനെ ഇത് റിക്കോർഡിനൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടേക്കോ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടോപ്പ് നോക്കാം. ടോപ്പ് വന്നിട്ട് ഇതാണ് ടോപ്പ്. സൈഡ് ഓപ്പൺ ആണ്. നോർമലായിട്ട് നമുക്ക് എന്താ പറയുക, ഓഫീസിൽ അതുപോലെ തന്നെ സ്കൂളിൽ പിന്നെ കോളേജിലൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കളക്ഷനാണ്. ഇതൊക്കെയാണ് ഇതിലുള്ള പ്രിൻ്റ് എന്ന് പറയുന്നത്. എന്താ കൈയിൻ്റെ അറ്റത്തും ഇതുപോലെ ആ പാൻറ്റിൻ്റെ ആ പോർഷൻ വെച്ചിട്ടുള്ളൊരു ഇതും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ടോപ്പിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ബട്ടൺസ് ഉണ്ട്. അത് ഓപ്പൺ ആക്കാൻ പറ്റുന്നതല്ല കേട്ടോ, വെറുതെ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ അടിയിൽ താഴെ വരെ അതുപോലെ കുറച്ച് ബട്ടണുകളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഒന്നാമത്തെ പാൻറ്റും അതുപോലെ തന്നെ ടോപ്പും ഉള്ളത്. ഇനി ഞാൻ രണ്ടാമത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാം.
അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത പാൻറ്റും ടോപ്പും എന്ന് പറയുന്നത്. ഞാൻ 2 സെറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കസേലേൻ്റെ മുകളിലാണ് ഞാനിത് കയറ്റി വെച്ചിട്ടുള്ളത് ഫോൺ. അപ്പം ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇതിൽ കാണുന്ന ഇത്ര ലൈറ്റ് അല്ല കേട്ടോ, ഇത് കുറച്ചും കൂടി ഡാർക്കാണ്, ഇത്രയ്ക്ക് ലൈറ്റ് കളറല്ല കേട്ടോ. അപ്പോൾ വേണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ കറക്റ്റ് ഫോട്ടോ അയച്ചു തരാം നിങ്ങൾക്ക്. അപ്പം പാൻറ്റും ടോപ്പുമാണ് സംഭവം. ഇത് വന്നിട്ട് XXL XL അതുപോലെ തന്നെ മീഡിയമാണ് സൈസ് എൻ്റെ കയ്യിലിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. താഴെ വരെ സൈഡ് ഓപ്പൺ ആണ്. പിന്നെ അതുപോലെ തന്നെ നടുക്ക് നമുക്ക് തന്നെ കുറച്ച് ചെറിയ ബട്ടൺസും വെച്ചിട്ടുണ്ട്. പുറകിൽ ഇതുപോലെ തന്നെ സെയിം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് പാൻറ് ഉണ്ട്. പാൻറ് ഇതുപോലെയാണ്, പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇങ്ങനെയാണ്. എലാസ്റ്റിക്കാണ് അരഭാഗം വരുന്നത്. അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത് സൈഡ് ഓപ്പൺ അല്ലാത്ത 2-3 കുർത്തീസാണ്. അപ്പം ഇത് വന്നിട്ട് കുറച്ച് നല്ല വർക്കുള്ള സംഭവമാണ്. നമ്മളിപ്പോൾ ഒരു ഫങ്ഷൻ, കല്യാണം അങ്ങനെയുള്ളതാണെങ്കിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതിൻ്റെ മൊത്തം കോട്ടനാണ് സംഭവം വരുന്നത്. ഇത്രയും വർക്കുണ്ട്. അതുപോലെ തന്നെ കൈക്കും ഇതുപോലെ കൈയിൻ്റെ അറ്റത്ത് താഴെ ഭാഗത്തുള്ള ആ ഒരു ഡിസൈൻ അവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രിൻ്റൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളാണ് വരുന്നത്. പിന്നെ താഴെ വരുന്നത് വേറെ പ്രിൻറ്റും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇതിൽ വരുന്ന കളർ എന്ന് പറഞ്ഞാൽ മീഡിയം, XL, XXL ആണ്. ലാർജ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇത് 3ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 650 പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ടോപ്പ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറിലുള്ളതാണ്. ഞാനിത് ഇൻസ്റ്റയിൽ വീഡിയോ ഷെയർ ചെയ്ത സമയത്ത് തന്നെ ഒരാൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെനിക്ക് എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത്. നടുക്ക് എംബ്രോയ്ഡറി ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അതുപോലെ തന്നെ നടുക്ക് ഈ 2 സൈഡിലുമായിട്ടുള്ള ഇത് ഫീഡിങ് ടോപ്പ് അല്ല. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫീഡിങ് ടോപ്പ് ഒന്നും ഞാനിപ്പോൾ എടുത്തിട്ടില്ല തൽക്കാലത്തേക്ക്. പിന്നെ ഇതുപോലെ തന്നെ കൈയിൻ്റെ അറ്റത്തും അങ്ങനെയാണുള്ളത്. ഈ 2 കൈയിൻ്റെ അറ്റത്തും ഈ ഒരു മോഡലാണ്. ഇങ്ങനത്തെ മോഡലിന് എന്താ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ബാക്കിലേക്ക് കെട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെയും കറക്റ്റുള്ള പിക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഞാൻ എന്തായാലും അയച്ചു തരാം കേട്ടോ. അത് കുറച്ചൊരു മങ്ങിയിട്ടാണ് കാണുന്നത്. അപ്പം ഇതാണ് ആ ഒരു ടോപ്പ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ XXL, ലാർജും മീഡിയം, XL ഇത്രയും സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ റേറ്റ് പറയുന്നത് 560 പ്ലസ് ഷിപ്പിംഗ് ആണ്. പിന്നെ ഇത് നമുക്ക് സാധാരണ നോർമലി ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സാണ്. ഇതിൻ്റെ തന്നെ വേറെ 3 കളറും കൂടി അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ എല്ലാ കളറും വരുന്നത് XXL സൈസിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 350 പ്ലസ് ഷിപ്പിംഗ് ചാർജാണ്. അടുത്ത ടോപ്പ് എന്ന് പറഞ്ഞത് ഇതാണ്. ഇതിൻ്റെ തന്നെ 3-4 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് ഇത് മെറൂണ്, പിന്നെ ബ്ലാക്ക്, ബ്ലൂ, അതുപോലെ തന്നെ ഗ്രീൻ, ഇത്രയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം നല്ല വർക്ക് തന്നെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതേ സെയിം വർക്ക് തന്നെ 2 കൈയിൻ്റെ അറ്റത്തും വരുന്നുണ്ട്. പിന്നെ കംപ്ലീറ്റ് ഇതുപോലെ ഡോട്ട് ആയിട്ടുള്ള ഇതാണ്. ഇത് കോട്ടൺ ആണ് സാധനം വരുന്നത്. അത്യാവശ്യം നമ്മളെ കല്യാണത്തിനോ അല്ലെങ്കിൽ കല്യാണത്തിന് തലേന്ന് അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ ഒരു വീട്ടിൽക്കുള്ളിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സാണ് ഈ വരുന്നത്. ഇതിൻ്റെ ബ്ലൂ കളർ എന്ന് പറയുന്നത് XLും ബാക്കിയുള്ള ഗ്രീന്, മെറൂണ്, ബ്ലാക്ക് XXL സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അടിഭാഗത്തും നേരത്തെ പറഞ്ഞ പോലത്തെ ലേസും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 599 പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ. പുറകിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൊത്തം ആ പുള്ളികളാണ് ഉള്ളത്. ഇതൊക്കെയാണ് അതിൻ്റെ 3 കളേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിലിപ്പം ബ്ലാക്കും ബ്ലൂവും ഏകദേശം ഒരുപോലെ തന്നെ തോന്നുന്നുണ്ട്.
പിന്നെ നമ്മൾ അടുത്ത ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മൾ കംപ്ലീറ്റ് കോട്ടൺ തന്നെയാണ്. ഇതിൽ ഇതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് വരുന്നത്. ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് XXL, XL, XXL ആണ് കേട്ടോ. അതിൽ ലാർജ് നമ്മളെ കയ്യിൽ നിന്ന് പോയി. ഇത്രയും 3 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 520 പ്ലസ് ഷിപ്പിംഗ് ആണ്. കണ്ടില്ലേ, 2 കൈകളിലും ഇതുപോലെ ത്രെഡ് വർക്ക് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മൊത്തം ഇതുപോലെ ഡോട്ട് ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. കുറച്ച് പോർഷൻ താഴത്തുണ്ട്. പിന്നെ താഴെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അതിൻ്റെ താഴെ പുള്ളിയായിട്ടുള്ള ഈ സംഭവം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പുറകിലും നമുക്ക് കാണാം ഇതുപോലെ തന്നെ സെയിം ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് കുർത്തികളാണ് കേട്ടോ. അപ്പോൾ അതിൽ വരുന്ന ഒന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് തന്നെ ഞാനിപ്പം നിങ്ങളെ കാണിക്കുന്നത് കളറ് ബ്ലൂ ആണ്. ഇതിൻ്റെ തന്നെ വേറെയും 3-4 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ മെറൂൺ എൻ്റെ അതിന് സെയിലായി പോയിട്ടുണ്ട്. ബാക്കിയുള്ള കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 350 പ്ലസ് ഷിപ്പിംഗ് ചാർജാണ്. നമുക്കിപ്പോൾ ഓഫീസിലായി കോളേജിൽ അതുപോലെ തന്നെ സ്കൂളിലേക്ക് ടീച്ചേഴ്സിനൊക്കെ അങ്ങ് പോകുമ്പോൾ ഇടാൻ പറ്റുന്ന സൈസ് ടോപ്പാണ്. ഇനി നമ്മൾ അടുത്ത നമുക്ക് നോക്കാം. ഫോൺ വെച്ചത് ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് വീണ് വന്നത്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് കളറും ഇതൊക്കെ കാണുന്നതാണെങ്കിൽ ഓർഡർ ചെയ്യാൻ എന്തായാലും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലേക്കോ മെസ്സേജ് ചെയ്താൽ മതി. ഈ ഒരു ഷെയ്ഡ് വരുന്നതാണ്. ഇത് സംഭവം മഞ്ഞ കളറല്ല കേട്ടോ. കാണുമ്പോൾ മഞ്ഞയൊക്കെ പോലെ തോന്നുമെങ്കിൽ ഇത് മഞ്ഞയല്ല. നമ്മളെന്താ പറയണ്ടത്, ഈ ചിക്കുവിൻ്റെ ഒരു കളറെന്ന് അറിയില്ലേ, അങ്ങനത്തെ കളറാണ് കേട്ടോ. അപ്പം വർക്കൊക്കെ ഫ്രണ്ടിൽ വരുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് ലാർജ്, XL, XXL സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 370 പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ. കഴുത്തിൻ്റെ അവിടെ ആ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ കുറച്ച് ബട്ടൺസ് ഉണ്ട്. ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺ അല്ല കേട്ടോ. പിന്നെ സൈഡ് ഓപ്പൺ ആണ് സംഭവം. അപ്പം ഇതാണ് നമ്മളെ അടുത്ത സൈഡ് ഓപ്പൺ കുർത്തിയിൽ വരുന്നത്. നമ്മൾ അടുത്ത കുർത്തി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ മഞ്ഞയാണ് കളർ വരുന്നത്. ഇതിൻ്റെ അകത്ത് വേറെ ഏതോ കളറായിട്ടാണ് തോന്നുന്നത്. കുറച്ചും കൂടി കട്ടി കളർ പോലെ തോന്നുന്നുണ്ട്. എന്നാൽ കട്ടിയല്ല, എന്നാൽ മഞ്ഞയാണ്, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. അപ്പം ഡീറ്റെയിൽസ് വേണ്ടവരാണെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ സൈഡ് ഓപ്പണാണ് സംഭവം വരുന്നത്. ഇതിൻ്റെ നടുക്കം അവർ ചെറിയൊരു വർക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനും കാര്യം മൊത്തത്തിൽ ഈ ഡിസൈൻ തന്നെയാണ് കേട്ടോ. താഴേക്കായാലും എല്ലാം ഇതേ ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഇത് നമുക്ക് ലാർജ്, മീഡിയം, XL, XXL സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 415 പ്ലസ് ഷിപ്പിംഗ് ആണ്. അടുത്തൊരു ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാ ബ്ലൂ കളറിലുള്ളതാണ്. ഇതിൻ്റെ തന്നെ മഞ്ഞ, യെല്ലോ കളറും നമ്മളെടുത്തുണ്ട്. ഇതിൻ്റെ XL നമ്മളതിന് പോയി. ഇപ്പോൾ ഉള്ള കളർ എന്ന് പറയുന്നത് ലാർജും, XXL, അതുപോലെ തന്നെ XXL കേട്ടോ. ഈ 3 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 630 പ്ലസ് ഷിപ്പിംഗ് ചാർജാണ്. നല്ല വെയിറ്റുള്ള സാധനമാണ് കേട്ടോ. ഇതിൽ പക്ഷേങ്കിൽ വർക്കൊന്നും കാണുന്നില്ല. അത്യാവശ്യം വർക്ക് മീൻസ് ത്രെഡ് വർക്ക് ഉണ്ടാവില്ല, അതിങ്ങനെ ചെയ്തിട്ടുള്ള സംഭവം കണ്ടില്ല, ഇതുപോലത്തെ സംഭവമാണുള്ളത്. അതുപോലെ തന്നെ കൈയിൻ്റെ അറ്റത്ത് വേറൊരു കുഞ്ഞു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ തന്നെ മഞ്ഞ കളറുണ്ട് നമ്മളതിൽ. അത് ഞാൻ നിങ്ങൾക്കിപ്പം തന്നെ കാണിച്ചു തരാം എന്തായാലും. ഇനി നമ്മൾ ആ ഹൽദി ഫംഗ്ഷനൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പാണ്. ഇപ്പം നിങ്ങൾക്ക് ഡ്രസ് കോഡോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും കോൺടാക്റ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതാണ് നമ്മളെ മഞ്ഞ കളറുള്ള സംഭവം എന്ന് പറയുന്നത്. അടുത്ത വീഡിയോ എടുക്കുമ്പോഴേക്കും ഒരാൾ പിന്നെയും ചാടി ഒക്കത്ത് കയറിയിട്ടുണ്ട്. അടുത്തത് ഇതാ നമ്മളെ ആലിയ കട്ട് കേട്ടോ. എല്ലാവരും കാത്തിരുന്ന ആലിയ കട്ടാണ്. ഇത് 2 കളറിലാണുള്ളത്. പിന്നെ ഒന്ന് വൈറ്റും ഉണ്ട്. രണ്ടെണ്ണം ഒരേ കളറുള്ള ഒരേ ഡിസൈനുള്ളതാണുള്ളത്. അപ്പം ഇത് ഒരു പച്ച ഷെയ്ഡ് അടിക്കുന്നതാണ് സംഭവം.
ഈ ഗ്രീനും അതുപോലെ തന്നെ റെഡുമാണുള്ളത്. അതിൽ XXL, XL, ലാർജ്, മീഡിയം ഇത്രയും സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ റെഡിൽ ലാർജ് സൈസ് നമ്മൾ ലാർജല്ല, റെഡിൽ XL പോയിട്ടുണ്ട്. ബാക്കി ലാർജ്, മീഡിയം, XXL ആണ് റെഡിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഗ്രീനിലുള്ളതാണ് XXL, XL, ലാർജും മീഡിയം കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 670 പ്ലസ് ഷിപ്പിംഗ് ആണ്. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അജ്രക്കിലുള്ള ആലിയ കട്ട് ഉണ്ടോ എന്നുള്ളത്. അത് ഞാൻ എടുത്തിട്ടില്ല, അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പം ഞാൻ അത്രയും റേറ്റ് ഉള്ളത് എടുത്തിട്ടാകുമ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ അത് എനിക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. ഇതൊക്കെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുള്ളത് എനിക്കറിയില്ല. അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർ എന്തായാലും വന്ന് കോൺടാക്റ്റ് ചെയ്യാൻ മടിക്കരുത്. അപ്പം ഇതാണ് നമ്മളെ ആലിയ കട്ടിൽ വരുന്നത് കേട്ടോ. ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ കണ്ടു നോക്കേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ആലിയ കട്ടിലുള്ള ആ ഗ്രീനിൻ്റെ റെഡ് കളർ കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മളെ വെള്ള കളറിലുള്ള ആലിയ കട്ട്. ഇത് നമുക്ക് ലാർജും XL, XXL സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 475 പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് കേട്ടോ. ഇത് നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ? വൈറ്റ് ഞാനിങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് വേറൊന്നല്ല, കാണുന്നുണ്ടോ എന്നാണ്. എൻ്റെ മുഖത്തുള്ള ടെൻഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? വേറൊന്നല്ല, ഞാൻ അത്രയും കഷ്ടപ്പെട്ട് മാഗ്നസയിൽ പണിയെടുത്തിട്ട് ഉണ്ടാക്കിയ പൈസ ഞാൻ ഇതിലേക്ക് ഇറക്കിയിട്ട് ഇപ്പം തുടങ്ങിയിട്ടുള്ളത്. അപ്പം എത്രത്തോളം വിജയിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. കാരണം ഒരാളെ കയ്യിൽ നിന്ന് 5 പൈസ വാങ്ങാണ്ടാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമായിരിക്കും എന്നുള്ള ആശ്വാസം മാത്രമേ ഇപ്പം എനിക്കുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഡ്രസ്സിലേക്ക് വരാം. അപ്പോൾ അത് ആ കഴുത്തിൻ്റെ അവിടെ എങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ ഉള്ളത്. പിന്നെ താഴേക്ക് നല്ല ഫ്ലെയർ മോഡൽ പോലെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെയാണ് സംഭവം. പിന്നെ ബാക്കിൽ ഇതുപോലെ കംപ്ലീറ്റ് വൈറ്റാണ്, പ്ലെയിൻ ആയിട്ടുള്ളതാണ്. വേറെ വർക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 3 പീസിൻ്റെ സെറ്റാണ്. അതായത് ടോപ്പ്, പാൻറ്റ്, ഷോൾ ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് മെറ്റീരിയൽ അല്ല. കുറേ പേര് മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് നമുക്ക് വേണമെങ്കിൽ മെറ്റീരിയൽ ഇറക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ഞിങ്ങനെ പടപടാന്നടിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, ഞാൻ മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതാണ് അതിൻ്റെ പാൻറ്റ് എന്ന് പറയുന്നത്. എലാസ്റ്റിക്കാണ് സംഭവം. പിന്നെ ഇതുപോലെ വർക്കും കാര്യങ്ങളൊക്കെയാണ്, പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് പാൻറ്റിൽ വരുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ ഷോൾ എന്ന് പറയുന്നത്. അതായത് പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും ഒരു സമ്മിശ്ര രൂപമാണ് നമ്മളെ ഷോൾ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് വരുന്നത്. സെയിം ഇത് തന്നെയാണ്. അപ്പം നമ്മളെ ഇതല്ല, കോട്ടൺ തന്നെയാണ് സംഭവം വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ടോപ്പ് നോക്കാം. ഇതാണ് ടോപ്പ് വരുന്നത്. ഫുള്ളി സ്റ്റിച്ചഡ് ആണ്, സൈഡ് ഓപ്പൺ ഉള്ളതാണ്. കംപ്ലീറ്റ് ഒരേ പ്രിൻ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. കണ്ടില്ലേ, ഇതുപോലത്തെ പ്രിൻ്റാണ് വരുന്നത്. പിന്നെ നടുക്ക് ഇത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ചെറിയ ബട്ടണൊക്കെ വെച്ചിട്ടുണ്ട്. ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടൺ അല്ല കേട്ടോ. ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷനാണെന്നുള്ളത്. ഇത് 2 ടൈപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. കൈയൊക്കെ ഇതങ്ങനെ തന്നെ സെയിം ഒരേ പ്രിൻ്റ് തന്നെയാണ് മൊത്തത്തിൽ വരുന്നത്. പുറകിലും അതെ, ഫ്രണ്ടിലും അതെ, കൈക്കൊക്കെ ഒരേ പ്രിൻ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ.
ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 780 പ്ലസ് ഷിപ്പിംഗ് ചാർജാണ്. നമ്മൾ സാധാ കടയിൽ പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു തുണി വാങ്ങി കോട്ടൻ്റെ തുണി വാങ്ങി അടിക്കുമ്പോൾ എന്തായാലും 1000ൻ്റെ അബവ് ആവും. അപ്പോൾ 780 ഒട്ടും കുറവ് റേറ്റ് അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിൻ്റെ സൈസസ് ഉള്ളത് XXL, ലാർജും XL ആണ്. മീഡിയം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ 3 പീസിൽ വരുന്നത്. ഇതുപോലെ ഇതാണ് ടോപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 750 പ്ലസ് ഷിപ്പിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു തുണി വാങ്ങിയിട്ട് നമ്മൾ കോട്ടൻ്റെ എല്ലാം തയ്പ്പിക്കുമ്പോൾ തുണിക്ക് തന്നെ 700 സംതിങ് 800 സംതിങ് എല്ലാം റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര ലാഭമാണെന്നല്ലേ. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ തുണി വരുന്നത്. ഇതിൻ്റെ കയ്യിൻ്റെയും 2 സൈഡിലായിട്ട് നമ്മളെ പാൻറ്റിൻ്റെ കുറച്ച് പോർഷൻ വെച്ചിട്ട് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് ഓപ്പൺ ആണ് വരുന്നത്. നേരത്തെ മറ്റേ ചുരിദാർ പറഞ്ഞ പോലെ തന്നെയാണ്. നടുക്ക് മറ്റേ ബട്ടണും വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കാൻ പറ്റുന്നതല്ല കേട്ടോ, അവിടുത്തെ ഷോന് മാത്രം വെച്ചതാണ്. പിന്നെ ഇത് നമ്മൾ ഷോളാണ്. അതിൻ്റെ നടുക്ക് റിക്ക് വന്നിട്ടുണ്ടോ പണിയെടുത്തിട്ട് ഞാൻ അവനോട് എന്തോ പറയുന്നതാണ്. അതതിൻ്റെ മുഖം മാറിയത്. ഇതിൻ്റെ XL എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് XXL എൻ്റെ കയ്യിൽ നിന്ന് പോയി. അവൈലബിൾ ആയിട്ടുള്ളത് XL അതുപോലെ തന്നെ XXL ആണ് കേട്ടോ. അപ്പം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പൂക്കളൊക്കെ ഉള്ളൊരു ഷോളാണ്. ഇനി നമുക്ക് പാൻറ്റ് നോക്കാം. ഇതാണ് പാൻറ്റ് വരുന്നത്. ഇതാണ് പാൻറ്റിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതുപോലത്തെ കളക്ഷൻസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ തൽക്കാലം ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് അങ്ങോട്ടിടാൻ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം എടുത്ത് സ്റ്റോക്ക് വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് ചോദിച്ച സമയത്ത് എൻക്വയറി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റേത് ആ പിസ്ത കളറും അതുപോലെ തന്നെ ഈ മെറൂണും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വൈറ്റ് ആരെങ്കിലും വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ ഷോപ്പിൽ ഓർഡർ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ബണ്ടിൽ എടുക്കണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പം അല്ലെങ്കിൽ എനിക്ക് നഷ്ടമായിരിക്കും. അപ്പം ഇപ്പോൾ ഉള്ളത് സെയിലായിട്ട് വേണം എനിക്ക് ബാക്കിക്ക് പൈസ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് കണ്ട് നോക്കാം അല്ലേ. ചില്ലറ പണിയൊന്നുമല്ല. ഇതൊക്കെ ഇനി എടുത്തിട്ടത് മുഴുവൻ മടക്കി വെക്കാനുണ്ട്. അതിൻ്റെ നടുക്കിതാ ഞാൻ കട്ടിലിൻ്റെ മുകളിൽ കസേല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫോൺ വെച്ചിട്ടാണ് നടക്കുന്നത്. റിക്കോർഡ് ഇതാ മിക്സ്ചറെല്ലാം കയ്യിലെടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അവൻ വല്ലാണ്ട് അങ്ങോട്ട് ഉപദ്രവിക്കാൻ വരത്തില്ല, എന്നാലും ചെറിയ പ്രശ്നമാണ് കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ല. ഈ സാധനങ്ങളൊന്നും എടുക്കാനൊന്നും വരത്തൊന്നുമില്ല. ഇതുപോലെ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അമ്മ എന്നാ ചെയ്യുന്നതെന്നെല്ലാം നോക്കാൻ വരുന്നതാണ്. അപ്പം നമ്മളെ കളക്ഷൻസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സാധനത്തിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ഓർഡർ ചെയ്യാനും ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇൻസ്റ്റയിലാണെങ്കിൽ ഇൻസ്റ്റയിലേക്കായാലും മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ആരും പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.